ഒതുങ്ങുന്ന ഞങ്ങളുടെ കുടുംബം പുതിയൊരു അതിഥി എത്തി, എൻ്റെ കണ്ണൻ. നല്ലൊരു സന്തോഷം. പക്ഷെ ഒരു മിനിറ്റ്, ഇരിക്കുന്നതാണോ നല്ലത്? അപ്പൊ ഒരു കുട്ടിയിലിരിക്കട്ടെ. സംസാരിക്കുന്ന കിട്ടില്ലേ? ഓക്കെ, റെഡി റെഡി. കല്ലി പോകാൻ പറഞ്ഞോട്ടെ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നമസ്കാരം. ഞങ്ങളുടെ സന്തോഷം എത്രമാത്രമാണെന്ന് ഒരു വാക്കിലിങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഏകദേശം ഒരു 32 വർഷങ്ങൾക്ക് മുമ്പ് 1992 സെപ്റ്റംബർ 7 അശ്വതിയുടെ കഴുത്തിൽ ഈ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് താലി ചാർത്താൻ ഒരു ഭാഗ്യമുണ്ടായി. അന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒതുങ്ങുന്ന ഞങ്ങളുടെ കുടുംബം പുതിയൊരു അതിഥി എത്തി, എൻ്റെ കണ്ണൻ. പിന്നെ ഞങ്ങളുടെ ചക്കിമോളെത്തി. ഇന്നിപ്പോൾ 2 അതിഥികളും കൂടി ഞങ്ങളുടെ കൂടെയുണ്ട്, ഒരു മോനും ഒരു മോളും കൂടി. ഞങ്ങൾക്ക് മരുമോനും മരുമോളും അല്ല, ഞങ്ങളുടെ മോനും മോളും. എന്തായാലും അത്രയധികം സന്തോഷം. പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് ഇന്ന് കണ്ണന് താരുവിൻ്റെ കഴുത്തിൽ താലി ചാർത്താൻ കഴിഞ്ഞതിൽ എത്ര സന്തോഷം. ഇതാണ് വളരെ സന്തോഷമുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ, ഈ ഒരു വർഷം ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. 2 നിശ്ചയവും കല്യാണത്തിൻ്റെ നിശ്ചയം, പിന്നെ 2 കല്യാണം. അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് നടത്താൻ പറ്റി. എല്ലാം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം മാത്രമാണ്. അത് മാത്രമേ പറയാനുള്ളൂ. ഇന്നും കുട്ടികളുടെ ലൈഫിലും എല്ലാവരുടെ ലൈഫിലും ഒരു അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. പിന്നെ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ ഇന്നുണ്ടായത്, പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു സപ്പോർട്ട്, പിന്നെ പബ്ലിക്കിൻ്റെ ഒരു സപ്പോർട്ട്. എല്ലാവരും കല്യാണം കാണാൻ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും, പണ്ട് 32 വർഷങ്ങൾക്ക് മുമ്പ് ജയറാമിൻ്റെയും പാർവതിയുടെയും കല്യാണം മോളുടെയും കല്യാണം കാണാൻ വന്നതിലുള്ള സന്തോഷം, അത് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നെത്തിയ എല്ലാവരോടും എത്ര നന്ദി പറയണമെന്ന് അറിയില്ല. ഒരുപാട് അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരു വിഷ്, അവരുടെയൊക്കെ ഒരു പ്രാർത്ഥന സൈഡിൽ നിന്നുണ്ടായിരുന്നു. നന്നായിരിക്കട്ടെ 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 എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം. ഒരുപാട് സന്തോഷം. ഈ ഒരു വർഷത്തിനുള്ളിൽ 2 വിവാഹമാണ് ഗുരുവായൂരപ്പ സന്നിധിയിൽ. സാധാരണ രീതിയിലുള്ള വീടുകളിൽ നടക്കുന്നതല്ല, ഏത് രീതിയിലുള്ള ആളുകളാണെങ്കിൽ പോലും. അത് അങ്ങനെയില്ല. 6 മാസം കഴിഞ്ഞ് ആവാന്നാണ് പറയുക. 6 മാസത്തിനുള്ളിൽ പാട്ടില്ലെന്ന് പറഞ്ഞു. സന്തോഷം. താങ്ക് യു. ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ നടയിൽ താലി ചാർത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു, വേറെ ഇനി ഒന്നുമില്ല. അതൊരു ചെന്നൈയിൽ വെച്ചിട്ടൊരു ഇത് മാത്രമേ ഉണ്ടല്ലോ. 11th. ശരി, താങ്ക് യു. സുരേഷ് എല്ലാം സഹോദരൻ തന്നെയാണ് ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും. എപ്പോഴും ഉണ്ടല്ലോ എല്ലാ കാര്യത്തിലും. എത്ര വർഷമായിട്ട് സുരേഷ് ഞങ്ങളുടെ വീട്ടിലൊരു മൂത്ത ജ്യേഷ്ഠൻ തന്നെയാണ്, എൻ്റെ അശ്വതിയുടെ. അതുപോലെ ഇപ്പം മണ്ഡലകാലമാണ്. അപ്പം ക്ഷേത്രത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് ഭക്തർ ഉണ്ടായിരുന്നു. അപ്പം അവർക്ക് തമിഴ് ആളുകൾക്ക് ജയറാമിനോടൊരു പ്രത്യേക സ്നേഹമാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് എല്ലാവരും ചേർന്നിട്ട് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ നിന്നിട്ട് അവരുടെ ഒരു അനുഗ്രഹം ഞാനിങ്ങനെ ചുറ്റും കണ്ണോടിച്ച് കാണുകയായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഗുരുവായൂരപ്പൻ കാണാം. താങ്ക് യു. ഫോട്ടോ എടുക്കാൻ ഇതാണ്
ആദ്യം തന്നെ ലൈക്ക് എനിക്ക് ഭയങ്കര നെർവസ് ആയിരുന്നു. പക്ഷേ വൺസ് ആ ഗുരുവായൂർ അമ്പലത്തിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു കാം കണ്ടൻറ് സാറ്റിസ്ഫൈഡ് ഫീലായിരുന്നു. എൻ്റെ ലൈഫിലൊരു പുതിയ ജേണിയാണ്, പുതിയ ഫേസാണ് വിത്ത് മൈ പാർട്ട്ണർ താരിണി. ഞങ്ങൾക്കൊരു ഓൾമോസ്റ്റ് 3 years ആയിട്ട് വി നോ ഈച്ച് അതർ. ഈ ഒരു പുതിയ ഫേസിലേക്ക് കടക്കുമ്പോൾ നിങ്ങളെല്ലാവരും വന്ന് ഞങ്ങളെ ബ്ലെസ് ചെയ്തതിൽ താങ്ക് യു സോ മച്ച്. ആൻഡ് ഓൾസോ എൻ്റെ സൈഡിൽ നിന്ന് ഇന്ന് ഞങ്ങളുടെ ഇത്രയും തിരക്ക് കാരണം ഗുരുവായൂർ അമ്പലത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ വി അപ്പോളജൈസ് ഫ്രം ആ സൈഡ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബ്ലെസ്സിങ് അസ്. എന്നെ ആരെങ്കിലുമൊക്കെ വിളിക്കട്ടെ, നല്ലൊരു സന്തോഷം. സേ സംതിങ്. താങ്ക് യു സോ മച്ച്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞത് എനിക്ക് അങ്ങനെ വേർഡ്സ് ആയിട്ട് എനിക്ക് പറയാൻ അറിയില്ല. ഇങ്ങനെ ഒരു ഇമോഷണൽ മൂമെൻറ്റ്, വേർഡ്സ് ആർ നോട്ട് ഇനഫ് ടു എക്സ്പ്ലെയിൻ സംതിങ് ലൈക്ക് ദാറ്റ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു സേ സംതിങ് ആൻഡ് വേർഡ്സ് ആർ ജസ്റ്റ് നോട്ട് ഇനഫ്. സോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഡേ ആണ് എൻ്റെ ലൈഫിൽ. ഭയങ്കര ഇമോഷണൽ മൂമെൻ്റ് ആയിരുന്നു. ആൻഡ് ഇറ്റ് സ്റ്റിൽ ഫീൽസ് ലൈക്ക് ഭയങ്കര അൺറിയൽ. അപ്പോൾ ഭയങ്കര ഹാപ്പി. എവരിവൺ ഇസ് വെരി ഹാപ്പി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ശരി, താങ്ക് യു സോ മച്ച്.